മലയാളത്തിലെ തന്നെ ഏറ്റവും വമ്പൻ ഓപ്പണിങ്ങിനായിട്ട് എമ്പുരാൻ സിനിമ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ 2ാം ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ലിയോ തകർന്നു മക്കളെ പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ മറ്റൊരു റെക്കോർഡും അങ്ങനെ എമ്പുരാൻ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ പ്രീസെയിൽ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. നിലവിൽ നമ്മുടെ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിനെ പറ്റി വലിയൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമേനെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഓൾമോസ്റ്റ് 25,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്ന എമ്പുരാൻ സിനിമേന്റെ പേരിൽ. അത് മാത്രമല്ല കാനഡയിൽ ഓൾമോസ്റ്റ് 5 ലക്ഷം മറികടന്നിരിക്കുകയാണ് സിനിമേന്റെ പ്രീസെയിൽ കളക്ഷൻ. നമ്മുടെ കാനഡയിൽ ആദ്യമായിട്ടാണ് റിലീസിന് മുമ്പുള്ള 6 ദിവസത്തിന് മുമ്പ് മലയാളത്തിലെ ഒരു സിനിമ ഇത്രയും അധികം കളക്ഷൻ അഡ്വാൻസ് ആയിട്ട് നേടിയെടുക്കുന്നത് നമ്മുടെ കാനഡയിൽ. അത് മാത്രമല്ല നമ്മുടെ ബുക്ക് മൈ ഷോയിലെ ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന സിനിമ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ടിക്കറ്റ് ബുക്ക് ചെയ്ത സിനിമ നമ്മുടെ എമ്പുരാനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിലെ തന്നെ എമ്പുരാൻ സിനിമ. 2ാം സ്ഥാനം നിലവിൽ കൈക്കലാക്കിയത് നമ്മുടെ കൽക്കി സിനിമയാണ്. ഓൾമോസ്റ്റ് 30 ലക്ഷത്തിനടുത്താണ് ടിക്കറ്റ് വിറ്റുപോയത്. എമ്പുരാൻ സിനിമയുടെ ഓൾമോസ്റ്റ് 6 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ആദ്യ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയിരിക്കുന്നത്. 3ാം സ്ഥാനം ജവാനുണ്ട്, SRK ഉണ്ട്. 4ാം സ്ഥാനം പുഷ്പയുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ തലപതി അണ്ണന്റെ ലിയോ സിനിമയും നിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിലവിലെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കേരളത്തിൽ മാത്രം 9.5 കോടിയാണ് നിലവിലെ സിനിമ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റു ഭാഗത്തേക്ക് 32.4 കോടി കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഓപ്പണിംഗ് സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എമ്പുരാൻ സിനിമ. നിലവിലെ തന്നെ ടോപ്പ് കളക്റ്റഡ് മൂവി എന്ന് പറയുന്നത് മരക്കാറാണ്. ഓൾമോസ്റ്റ് അതും 1 ഡേ ടോപ്പ് ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷനാണ്. ഓൾമോസ്റ്റ് 20.4 കോടി. തൊട്ട് താഴെയായിട്ട് കുറിപ്പ് നിൽക്കുന്നുണ്ട് 19.2 കോടിയായിട്ട്. 4ാം സ്ഥാനം ഒടിയൻ 18.1 കോടി. 5ാം സ്ഥാനം ടെർബോ 16.2 കോടി. ടോപ്പ് കളക്ഷൻ ആയിട്ട് നമ്മുടെ എമ്പുരാൻ സിനിമ ഫസ്റ്റ് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് 32.4 കോടിയായിട്ട് നിലവിൽ. വെറും പ്രീസെയിൽ കളക്ഷൻ മാത്രത്തിലാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ലിയോ സിനിമയുടെയും പ്രീസെയിൽ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. നിലവിൽ ഇനി നോക്കുന്ന ഒറ്റൊരു കാര്യം മാത്രമാണ്, നമ്മുടെ ലിയോ സിനിമേന്റെ കളക്ഷൻ മറികടക്കുമോ നിലവിൽ. എന്തായാലും 2-3 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട്. ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 4 ദിവസം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ലിയോ സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 12 കോടിയുടെ മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ നമ്മുടെ എമ്പുരാൻ സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം 9 കോടി മറികടന്നിരിക്കുകയാണ്. കാത്തിരിക്കാൻ നമുക്ക് ഇനിയും 4 ദിവസത്തിനുള്ളിൽ ലിയോ സിനിമയുടെ കളക്ഷൻ മറികടക്കുമോ ഇല്ലയോ. എന്തായാലും പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മോളിവുഡിലെ തന്നെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ നമ്മുടെ എമ്പുരാൻ അങ്ങനെ രാജാവ് വാഴുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് എമ്പുരാൻ സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷനായിട്ട് എത്ര പേരാണ് സിനിമ കാണാൻ പോകുന്നത് എന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൺഫേം ചെയ്യപ്പെടുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മലയാളത്തിലെ തന്നെ അല്ലെങ്കിൽ മോളിവുഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമയ്ക്കായിട്ട് എമ്പുരാൻ സിനിമ. സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ കൂടുതൽ എമ്പുരാൻ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് അറിയുവാനായിട്ട്.